പിന്നീടാണ് മനസ്സിലായത് അയ്യപ്പനും കോശിയും സിനിമയിലെ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥയാണിതെന്ന്. കാലം നെഞ്ചിൽ ചേർക്കാതെ നിന്നെ ആരാരും തല കീഴും ഓ കാലമേ പോയിടാം നേടിടാം പൂക്കളായി മാറുമീ ചിന്തയായി ഓരോ നമസ്കാരം. അട്ടപ്പാടിയിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സാധാരണ ആളുകളൊക്കെ പോകുന്ന നരസിമുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെക്കാം കേട്ടോ, അത് കാണാം. ഇപ്പോൾ നമ്മൾ വന്നുള്ളത് അധികം ആളുകളൊന്നും പോകാതെ നമ്മൾ ചിറ്റൂർ ഷോളയൂർ വഴി ഒരു ഗ്രാമീണ റോഡാട്ടോ. അട്ടപ്പാടിയുടെ ശരിക്ക് യഥാർത്ഥ ഭംഗി അറിയണമെങ്കിൽ ഇതുവഴി വരണം. ബൈക്കിലേക്കാണെങ്കിൽ പൊളിക്കും. നമ്മൾ ഇപ്പോൾ ഇന്ന് ബൈക്കിലാണ് പോകുന്നത്. അപ്പം അട്ടപ്പാടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വീഡിയോ ആണ്. ഒരു ഫീൽ ഗുഡ് വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കടലും കായലും ഒന്നുമില്ലെങ്കിലും പാലക്കാട്ടുകാർക്ക് അഹങ്കരിക്കാൻ നെല്ലിയാമ്പതിയും അട്ടപ്പാടിയും തന്നെ ധാരാളമാണ്. ഒരു വീക്കെൻഡ് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് അട്ടപ്പാടി. ധാരാളം തവണ അട്ടപ്പാടി സന്ദർശിച്ചിട്ടുണ്ട്. ഓരോ തവണയും വ്യത്യസ്ത അനുഭവങ്ങൾ തരും ഈ ഹൈ റേഞ്ച്. ആനമൂളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വസന്തം ആസ്വദിച്ച് തുടങ്ങാം. ഒപ്പം കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒരു സ്റ്റാൾ കാണാം. കശുമാങ്ങ ജ്യൂസാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു വിഭവം. അട്ടപ്പാടി വനമേഖലയുടെ അടിവാരങ്ങളിൽ ഇതുപോലുള്ള കശുവണ്ടി പ്ലാന്റേഷനാണ്. കേരള സർക്കാരിൻ്റെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്നും ലഭിക്കുന്ന ഈ കശുമാങ്ങയാണ് ഇവിടെ ജ്യൂസായിട്ട് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അട്ടപ്പാടിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് എന്ന് തന്നെ പറയാം. ഇതിനകത്ത് കശുമാങ്ങ മാത്രമുണ്ടോ, വെള്ളമില്ല, പഞ്ചസാരയില്ല, പക്ഷെ നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഇതിൽ പഞ്ചസാര ഇട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ അവർ അങ്ങനത്തെ യാതൊരുവിധ ആർട്ടിഫിഷ്യൽ ഒന്നുമില്ല എന്ന് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ആണോ. വനത്തിൻ്റെ വശ്യതയിലേക്ക് നമ്മളെ ആനയിക്കാൻ എന്നും ഈ വാനരപ്പട ഇവിടെ ഉണ്ടാവും. എന്നാൽ ഇന്ന് ഇവരോടൊപ്പം തന്നെ ഒരു മലയണ്ണാനും ഉണ്ടായിരുന്നു. ഈ കാട്ടിൽ വെച്ച് ഈ മലയണ്ണൻ ഇങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. ഈ സ്ഥലത്ത് തന്നെ ചില യാത്രികർ കരിമ്പുലിയൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ അധിക നേരമൊന്നും അവിടെ നിൽക്കാതെ മുമ്പോട്ട് നീങ്ങിയപ്പോഴാണ് 2 സൈക്ലിസ്റ്റുകൾ പോകുന്നത്. രാവിലെ ഇറങ്ങിയതാ? എങ്ങനെയായിരുന്നു? എത്ര കിലോമീറ്റർ ഉണ്ട്? ഏതുവരെ പോണ്ട്? അട്ടപ്പാടി ആനക്കട്ടി ഉണ്ടോ? ആനക്കട്ടിക്ക് ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട്. എത്ര ദൂരം? തമിഴ്നാട് ബോർഡർക്ക് എത്തണ്ടേ? ക്ഷീണമൊന്നുമില്ലല്ലോ. ഓക്കെ. അട്ടപ്പാടിയിലേക്ക് സൈക്കിൾ ചവിട്ടി കയറുന്നത് ഇന്ന് യുവാക്കൾക്കിടയിൽ ഒരു ഹരമായി മാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇതേ സമയത്ത് ഞാനും ഈ അട്ടപ്പാടി സൈക്കിൾ ചവിട്ടി കയറിയതാണ്. നമ്മൾ മുക്കാലി കഴിഞ്ഞ് ഇപ്പോൾ കൽക്കണ്ടി എത്തി. കൽക്കണ്ടിയിൽ നിന്ന് ലെഫ്റ്റ്, അതായത് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആനക്കട്ടിയാണ്. പക്ഷെ നമ്മൾ പോകുന്നത് റൈറ്റ് സൈഡിലൂടെ ജല്ലിപ്പാറ ഒമ്മല വഴി. അതാണ് ശരിക്കും പറഞ്ഞാൽ അട്ടപ്പാടിയുടെ ഒരു ചെറിയ ഗ്രാമത്തിലൂടെ നമുക്ക് നേരെ അകലിയിലേക്ക് എത്താൻ പറ്റും.
അഗളിയിൽ നിന്ന് നമ്മൾ പിന്നെ ഷോളയൂരിലേക്ക് പോകണം. ഇതിലൂടെ പോകുമ്പോഴുള്ള അതികഠിനമായ കയറ്റമാണ്. കയറ്റം കയറാൻ RX-100 നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ വഴിയിലൂടെ പോകുമ്പോഴാണ് അട്ടപ്പാടിയിൽ ഉണ്ടായിരുന്ന തേയിലത്തോട്ടം. നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ ഇപ്പോഴുള്ള ദൃശ്യം ഇങ്ങനെയാണ്. അതായത് തേയിലത്തോട്ടമെല്ലാം തേയിലച്ചെടികളെല്ലാം നശിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ആറ്റാടി മരങ്ങളെല്ലാം അവശേഷിക്കുന്നുണ്ട്. ഇത്തരം ഗ്രാമീണ വഴികളുടെ ഹരിതഭംഗി ആസ്വദിച്ച് നേരെ അഗളിയിലെത്താം. അഗളിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഷോളയൂർ റോഡിൽ കയറി സോളോ ആയും ഗ്രൂപ്പ് റൈഡായും ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടിലൻ റോഡ് തന്നെയാണ് ഈ അഗളി ഷോളയൂർ റോഡ്. അട്ടപ്പാടി വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ പാലങ്ങളാട്ടോ, ചെറുതല്ല അത്യാവശ്യം നിങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും ഒരു ഊരിലേക്കുള്ള ഒരു വഴി. മഴക്കാലത്ത് ചിലപ്പോൾ ഇതിൻ്റെ മേലേക്ക് വെള്ളം വരാം. ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസം കേട്ടോ. ഈ പ്രളയമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഊരുകളൊക്കെ ഒറ്റപ്പെടുന്നത് ഇതുപോലുള്ള പാലങ്ങൾ തകരുമ്പോഴാണ്. ഇത് ഭവാനിയാ? അല്ലല്ലോ, ഭവാനി ശിരുവാണിയിലെ ശിരുവാണി പുഴയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് കൂളിക്കടവെന്ന് ചിറ്റൂർ വഴിക്ക് തിരിഞ്ഞ് കേട്ടോ, ശിരുവാണിക്ക് പോകുന്ന വഴിയാണ്. അട്ടപ്പാടിയുടെ നല്ലൊരു ഹരിതഭംഗി കാണണമെങ്കിൽ നമ്മൾ സ്ഥിരം റൂട്ട് ആനക്കട്ടി റൂട്ടൊക്കെ മാറ്റി പിടിച്ച് ഇതുപോലുള്ള ഉള്ള ഏരിയയിലൂടെ വരണം. ശരിക്കും ഒരു ഇടുക്കിയോടോ അല്ലെങ്കിൽ നമ്മൾ വട്ടവടയൊക്കെ പോകുന്ന അതേ ഒരു പ്രതീതി ഇവിടെ വന്നതിനെ കിട്ടുക. ഇത് ശിരുവാണിയിലേക്കുള്ള വഴിയാണ്. ശിരുവാണിയിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ആനക്കട്ടിയിലേക്ക് പിടിച്ചു. കയറ്റം അതികഠിനമാണ് കേട്ടോ. അതായത് RX-100ൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും. പലപ്പോഴും ഫസ്റ്റ് ഗിയറിലിട്ടാൽ പോലും കയറാത്ത കയറ്റം തന്നെയാണ് ഇവിടുന്ന് ആനക്കട്ടിയിലേക്കുള്ള വഴി. ആനക്കട്ടിയിലേക്ക് അടുക്കുംതോറും തമിഴ്നാടിൻ്റെ ഭൂപ്രകൃതിയായി വന്നു തുടങ്ങി. അയ്യപ്പനും കോശിയും സിനിമയിലെ പല ഭാഗങ്ങളും ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ആളുകൾ പൊതുവെ തമിഴ് തന്നെയാണ് സംസാരിക്കുന്നതും. അട്ടപ്പാടി ശരിക്കും കാണണമെങ്കിൽ ഈ വഴി തന്നെ വരണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ചിറ്റൂർ ഷോളയൂർ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഷോളയൂരാണ്. ഇതുവഴി വരികയാണെങ്കിൽ ഈ കാറ്റാടി ഈ വിൻമില്ലൊക്കെ ഏറ്റവും അടുത്തുനിന്ന് കാണാനും പറ്റും. അപ്പോൾ ഈ മതിൽ കണ്ട് ഒരു ഒറിജിനൽ തോന്നല്ലേ? ഞാൻ ശരിക്കും കാണിച്ചു തരാം എന്താ സെറ്റപ്പ്. ഇതൊക്കെ സിനിമാക്കാർ സെറ്റ് ഇടണം കേട്ടോ, സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇത് കണ്ടോ, സിമെൻറ്റിൽ തീർത്ത പോലെ തന്നെ ഉണ്ട്. അതായത് യജാതി ഒറിജിനൽ. ഇതൊക്കെ ഒരു ഫൈബറാണ്. പിന്നീടാണ് മനസ്സിലായത് അയ്യപ്പനും കോശിയും സിനിമയിലെ പോലീസ് സ്റ്റേഷൻ്റെ അവസ്ഥയാണിതെന്ന്. ഒരു കൃഷിസ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാ കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ പലതരം കൃഷികളുണ്ട്. അട്ടപ്പാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പപ്പായ കൃഷിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നോർമൽ കൃഷികളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടോ? അല്ല, ഇത് തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രകൃതി ആയതുകൊണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു ആദ്യമായിട്ട് കണ്ടോ ഈ ടയറൊക്കെ എന്തിനാണെന്ന് മനസ്സിലായില്ല. അത് ചോദിക്കാൻ ഇവിടെ ആരുമില്ല. വെള്ളത്തിന് വേണ്ടി പൈപ്പ് ലൈനൊക്കെ വലിച്ചിട്ടുണ്ട്.
നമ്മുടെ ചിന്നാർ മറയൂർ റോഡിന് സമാനമായ ഈ റോഡിലൂടെ കുറച്ചുകൂടി മുമ്പോട്ട് പോയി ആനക്കട്ടിയിലെത്തി. ബോർഡർ ക്രോസ് ചെയ്ത് തമിഴ്നാട് പോയി പെട്രോൾ അടിച്ചു. ഇനി നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടോ അപ്പുറത്ത് പോയത്. തമിഴ്നാട്ടിൽ പോയി പെട്രോൾ അടിച്ച് വന്നു. രണ്ടിടത്തും പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഓരോടത്ത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൽ പോലീസുകാർ പോലുമില്ല. കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിൽ 2 പോലീസുകാരുണ്ട്. ഇനി നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. നമ്മൾ ഇനി മണ്ണാർക്കാട്ടേക്ക് 54 കിലോമീറ്റർ തിരിച്ച് പോകാനുണ്ട്. അത് നമ്മൾ ഒരു പരിധിവരെ തിരിച്ചു പോകുന്നത് സാധാ ഈ റൂട്ട് കൂടെ തന്നെ കേട്ടോ. നമ്മൾ തിരിച്ച് വന്ന വഴിയല്ല പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആനക്കട്ടിയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോളയൂർ, ചിറ്റൂർ വഴിയൊക്കെ ഈ വഴി വരികയാണെങ്കിൽ നല്ലൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അട്ടപ്പാടി ശരിക്കും എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുപോലെ അങ്ങനെ ഉൾവഴിയിലൂടെ വരണം. ഞങ്ങൾ വരുന്ന വഴി കുറച്ച് ആളുകളെയൊക്കെ പരിചയപ്പെട്ടു. അവർ ഇതുപോലെ ഉൾവഴികൾ തേടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.